അറിവിൻ പൊരുളായി നിറയുമമ്മേ, ആർത്തബന്ധു നീ എന്നുമമ്മേ, എങ്ങും നിറഞ്ഞൊരമ്മേ. നമസ്കാരം. ഒരു വിഭാഗത്തെ മാത്രം സ്വാധീനിച്ചിരുന്ന ഭജൻസ് ഇന്ന് ജനകീയമായിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. അതിന് നിർണായക പങ്കുവഹിച്ച ഒരു ടീമിനൊപ്പമാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നന്ദഗോവിന്ദം ഭജൻസ് ടീം, സ്വാഗതം. എന്നും നിൻ ദിവ്യനാമങ്ങൾ പാടാൻ, ഉള്ളിൽ നിൻ മഞ്ജുരൂപം തെളിയാൻ, സന്താപനാശിനി അമ്മേ തൊഴാം, പ്രണവമന്ത്രസ്വരൂപിണി ദുർഗേ തൊഴാം. എനിക്ക് നിങ്ങളുടെ ഈ ഭജൻസ് ലൈവായിട്ട് കാണാൻ പറ്റിയത് ഇന്നാണ്. പക്ഷേ കണ്ടപ്പോൾ ഞാൻ കേട്ടതിലും മനസ്സിലാക്കിയതിനും ഒക്കെ അപ്പുറത്താണ്. ആദ്യം തന്നെ നമിക്കുകയാണ്. എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലൊന്നും കണ്ടിട്ടേ ഇല്ല. എന്താ നിങ്ങൾ പറ്റുന്ന തന്ത്രം? അതറിയില്ല, സീക്രട്ട് എന്താണെന്നും അങ്ങനെ സീക്രട്ട് ഫോർമുല ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു കൺസിസ്റ്റൻസി ആയിരിക്കാം. നമ്മൾ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ 25 വർഷമായിട്ട് നമ്മൾ ഭജൻ നല്ല അതിനോട് ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്രത്തെ ഇഷ്ടത്തോടെ ഇത്രയും വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കാം. പിന്നെ ദൈവാനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, അതുറപ്പാണ്. ഒപ്പം നമ്മുടെ ഭാഗത്തുനിന്നും വേണമല്ലോ, നല്ലൊരു അധ്വാനം വേണം. അത് ഗംഭീര അധ്വാനമാണെന്ന് നിങ്ങളുടെ ആ ഇന്നത്തെ ഭജൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പലരും പല സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം നവീനാണെങ്കിൽ ദുബായിലാണ്, ഞാൻ കാനഡയിലാണ്. പിന്നെ ഉള്ളവരിൽ പലരും പല സ്ഥലത്തായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് പ്രാക്ടീസ്, അങ്ങനെ പല കാര്യങ്ങളും തീരുമാനിക്കേണ്ടതെല്ലാം. പക്ഷെ എല്ലാം ഈ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് നടന്നു പോകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ 25 വർഷമായിട്ട് അത് മുടക്കമില്ലാതെ നടന്നു പോകുന്നു. അതിൻ്റെ റിസൾട്ടായിരിക്കും ഇന്ന് വന്നപ്പോൾ കണ്ട അത്രയും ആ ഒരു വലിയ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ കണ്ടത്. ഈ ഭജൻസ് എന്നൊക്കെ പറയുമ്പോൾ ഈ അടുത്ത നാളുകൾ വരെ അങ്ങനെ കേൾക്കുമ്പോൾ ഓർമ്മ വരിക കുറച്ച് പ്രായമുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മ, സംഘം അല്ലേ, അതുണ്ടാവുക. ഏതെങ്കിലും ആശ്രമത്തിലോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ കുറവാണ്, ഉണ്ട്, ഇല്ലയെന്ന് പറയില്ല, അങ്ങനെയാണ് തോന്നിയിരുന്നത്. പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ അങ്ങോട്ട് മൊത്തത്തിൽ മാറി. ആ ഒരു മാറ്റത്തിന് വലിയൊരു നിർണായകമായിട്ടുള്ള ആ ഒരു മാറ്റം ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണത്. നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ യൂത്തിനെ നമുക്ക് കയ്യിലെടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. നമുക്ക് ഒരു ജനറേഷന് നമുക്ക് അങ്ങനെ സാധിക്കത്തില്ല. അപ്പം അതിൽ പല പല ഫാക്ടേഴ്സ് ഉണ്ടാകാം. പിന്നെ ഒരു കാര്യം, നമ്മൾ തലമുറകൾ മാറുന്നതനുസരിച്ചിട്ട് നമ്മളുടേതായിട്ടുള്ള മാറ്റങ്ങളും പാട്ടിലും അല്ലെങ്കിൽ പ്രസൻറ്റേഷനിലും എല്ലാത്തിലും കൊണ്ടുവരണം. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പണ്ടുള്ള ആൾക്കാർ പറയും നമ്മുടെ രീതിക്ക് അവരും വരണം എന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നില്ല യൂത്ത് വരുമെന്ന്. അപ്പോൾ നമുക്ക് അവർക്കും ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പാട്ടും ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പം അതുമാകാം ഒരു റീസൺ, വൺ ഓഫ് ദ റീസൺസ്. റിഹേഴ്സൽ ഇരിക്കുമ്പോൾ തന്നെയാണെങ്കിലും ചിലപ്പോൾ നമ്മളിൽ തന്നെ നവീനാണെങ്കിലും പ്രവീണാണെങ്കിലും ശ്രീലാലിനാണെങ്കിലും തോന്നും ഈ പാട്ട് ഇങ്ങനെ ചെയ്താൽ കൊള്ളാം. അങ്ങനെ ഒരു നമ്മൾ ആ മൈൻഡ് സെറ്റിൽ അപ്പോൾ വരുന്നതനുസരിച്ച് ചെയ്യുന്നതനുസരിച്ച് അത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അത് തന്നെ മറ്റുള്ളവർക്ക്. അത് നിങ്ങളിപ്പോൾ ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ എന്നുള്ള അത് പാടുമ്പോൾ അതിൽ പോലും ഉണ്ട് ഇല്ലേ, മാറ്റമുണ്ട്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. പിന്നെ നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. അങ്ങനെയൊക്കെ നമ്മൾ കീബോർഡാണെങ്കിലും വയലിനാണെങ്കിലും പിന്നെ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നിന്ന് ഒരു ചെറിയ ഡിഫറൻസ് ഒത്തിരി മാറിയിട്ടില്ല. പല ഭജൻസിലും ഉണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ എടുത്തു പറഞ്ഞത് ഞാൻ അങ്ങേയറ്റത്തൊരു ഗുരുവായൂരപ്പ ഭക്തി ആയതുകൊണ്ട് കൂടിയാ, അതുകൊണ്ട് രണ്ടുപേരും. ഹരിനാമ കീർത്തനം ഉണരും പുലരി, തിരുവാകച്ചാർത്തു ഞാനോർത്തു പോകും. ഹരിനാമ കീർത്തനം ഉണരും പുലരി, തിരുവാകച്ചാർത്തു ഞാനോർത്തു പോകും. ഒരു പീലിയെങ്ങാനും കാണുമ്പോൾ വിടുത്തേ, ഒരു പീലിയെങ്ങാനും കാണുമ്പോൾ വിടുത്തേ, തിരുമുടി കൺമുന്നിൽ മിന്നിമായും, തിരുമുടി കൺമുന്നിൽ മിന്നിമായും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യേ ഗുരുവായൂരപ്പ ദിവ്യരൂപം. ഈ സാമ്പ്രദായികമായിട്ടുള്ള ഒരു ഭജനയ്ക്കൊരു രീതികളൊക്കെ ഉണ്ടല്ലോ, അതൊന്നൊക്കെ അങ്ങനെ മാറ്റിപ്പിടിച്ചപ്പോൾ
വലിയൊരു റിസൾട്ട് ഉണ്ടായി അല്ലേ? അത് എങ്ങനെയാണ് അതിലേക്ക് നിങ്ങൾ കടന്നത്? എങ്ങനെയാണ്? സമ്പ്രദായ ഭജന എന്നുള്ളത് ട്രഡീഷണൽ ആയിട്ട് ഒത്തിരി പേര് ഫോളോ ചെയ്യുന്നൊരു പദ്ധതിയാണ്, നമുക്കറിയാം. പക്ഷെ അത് ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അതിന് ഞങ്ങൾ പല വഴികൾ, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ സിയാപതി രാമചന്ദ്രയ്ക്ക് എന്നുള്ള ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഭയങ്കരമായിട്ട് വൈറലായ പാട്ട്, അതൊരു ഹൈ എനർജിയാണ് പാട്ട്. അതിപ്പം സ്വാമി ഹരിദാസ് ഗിരി ആണ് പാടി നമ്മൾ കേട്ടിരിക്കുന്നത്. നമ്മൾ ഐഡലായിട്ട് കാണുന്ന അദ്ദേഹത്തിൻ്റെ എനർജി ഒന്നും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, അത് ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതെങ്ങനെ ഡിഫറെൻ്റ് ആവുന്നു എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു കെമിസ്ട്രി, പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ, ഞാൻ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് യൂത്ത് എന്നുള്ളതല്ലേ. ഇപ്പം ഞങ്ങൾ സിയാപതി രാമചന്ദ്രയുടെ ഒരു ദിവസം നമ്മളുടെ കീബോർഡ് വായിക്കുന്ന സിദ്ധാർത്ഥ കണ്ണന് തോന്നി അതും ബാഹുബലിയുടെ ബിജിഎമ്മും മിക്സ് ചെയ്യുന്നത്. അതിനകത്ത് രണ്ടാമത് വായിച്ചൊരു ബിജി ബാഹുബലിയുടെ ബിജിയാണ്. അപ്പം പെട്ടെന്ന് ആൾക്കാർക്ക് സ്ട്രൈക്ക് ആവും, ഓക്കെ സിയാപതിയുടെ. പക്ഷേ ഞങ്ങൾ പാട്ടൊന്നും പാടുന്നില്ല, ജസ്റ്റ് ആ ബിജിഎം റെഫറൻസുകൾ മാത്രം. അപ്പോൾ അത് കണക്റ്റ് ആവും ആൾക്കാർക്ക്. പുതിയതായിട്ട് ചെയ്ത മറ്റേ അന്തർരാമ എന്നുള്ള പാട്ട്, അതിന്റെ ആ ബീറ്റ് പോലും വീട്ടിലാണ് അമ്മമാർക്കൊക്കെ ആണല്ലോ. അപ്പൊ ഞങ്ങൾ വീട്ടിലാണ് അമ്മയ്ക്ക് അത് കൊള്ളാമല്ലോ, നല്ല രസമാണ്. അവരിലേക്ക് വരെ അത് എത്തിപ്പെട്ടു എന്നുള്ളതാണ് ആ ഒരു ചേഞ്ച്. അതായത് ഇഡിയം അല്ലേ, ഇഡിയം അതായത് ഓരോ സ്റ്റൈൽസ് ഓഫ് മ്യൂസിക് ആണ്, ഇഡിയം സ്റ്റൈൽസ് ഓഫ് മ്യൂസിക്. അപ്പോൾ ആ ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക്കിന്റെ ബീറ്റും അതിന്റെ കീബോർഡ് പ്ലേയിങ് ഒക്കെയാണ് അതിൻ്റെ അകത്ത് നമ്മൾ ഭജനിൽ മിക്സ് ചെയ്തത്. ഞങ്ങൾ വിചാരിച്ചെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് മാത്രം കണക്ട് ആവും, പക്ഷെ അത് പ്രായമുള്ളവർക്ക് ആകൂല. ഇപ്പം നമ്മുടെ ഹരികൃഷ്ണന്റെ അമ്മ ഞങ്ങൾ പറഞ്ഞു പിള്ളേർക്ക് അത് കണക്ട് ജെൻസിക്ക് കണക്ട് ആയത്, ജെൻസിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് പ്രായമുള്ളവർക്ക് കണക്ട് ആയത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പാട്ട്. അപ്പം അതും വലിയ മാറ്റം കേട്ടോ. അതായത് ഇങ്ങനെയുള്ള പുതിയ ന്യൂജൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകൾ പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്കും കണക്ട് ആയി തുടങ്ങി. പക്ഷേ ഭജനാണ് നല്ല അതും കൂടെ കൂടിയിട്ടായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം. വള്ളിക്കാവില് പോയിരുന്നു അല്ലേ? അമ്മയെ കണ്ടിരുന്നു. അത് മാത്രമല്ല 1 മണിക്കൂറോളം അമ്മയുമായിട്ട് സംസാരിക്കാൻ പറ്റി. മഹാഭാഗ്യം. പിന്നെ അമ്മ തന്ന എല്ലാവർക്കും, നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും അമ്മയായിട്ട് തന്നെ കയ്യിലിട്ട് തരികയായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരുപാട് സന്തോഷം. അത് അമ്മയെ കുറച്ച് നേരം പോയി കാണുക, ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. 1 മിനിറ്റൊക്കെയാണ് അമ്മയെ കാണാനായിട്ട് ഓരോരുത്തർ ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ അത്ര ആഗ്രഹിച്ച് തന്നെയാണ് നമ്മളും പോകുന്നത് അമ്മയെ കാണാനായിട്ട്. അതെ, അമ്മയുടെ മുമ്പ് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളൊരു പാട്ട് പാടിക്കോട്ടെ എന്ന് ചോദിച്ചു. ഭജനയല്ലേ, എത്ര നേരം വേണമെങ്കിലും പാടിക്കോണം. ഏറ്റവും വലിയ ഭാഗ്യമാണ്. തീർച്ചയായും അങ്ങനെയാണ്. പാടിയ പാട്ടിന്റെ വരികളാണേലും ശരിക്കും അമ്മ നോക്കി പാടുമ്പോൾ ഭയങ്കര ഒരു ഫീല്, ഞങ്ങളുടെ ഒരു സ്വന്തം പാട്ടാണ്. അമ്മയെ നോക്കി പാടുമ്പോൾ നമുക്കൊരു ഭയങ്കര പറഞ്ഞിട്ട്. അപ്പം അമൃതപുരിയിലും കൂടുതൽ പാടുന്ന അവിടുത്തെ പാട്ടുകളാണല്ലോ, അവിടുത്തെ കമ്പോസ് ചെയ്ത പാട്ടുകൾ. 3000-ന് മേളിൽ പാട്ടുകൾ ഓൾറെഡി ചെയ്തു നമ്മ പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു പാട്ട് അവിടെ പാടാന്ന് വെച്ചു. അല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചതല്ല, പക്ഷെ ചോദിച്ച സ്ഥിതിക്ക് ഇതാണോ അമ്മയുടെ മുമ്പിൽ പാടിയത്? എന്തായാലും കേൾക്കണം. എങ്ങും നിറഞ്ഞൊരമ്മേ, എനിക്കന്നം തരുന്നൊരമ്മേ, അറിവിൻ പൊരുളായി നിറയുമമ്മേ, ആർത്തബന്ധു നീ എന്നുമമ്മേ. എങ്ങും നിറഞ്ഞൊരമ്മേ, എനിക്കന്നം തരുന്നൊരമ്മേ, അറിവിൻ പൊരുളായി നിറയുമമ്മേ, ആർത്തബന്ധു നീ എന്നുമമ്മേ. എന്നും നിൻ ദിവ്യനാമങ്ങൾ പാടാൻ, ഉള്ളിൽ നിൻ മഞ്ജുരൂപം തെളിയാൻ, സന്താപനാശിനി അമ്മേ തൊഴാം, പ്രണവമന്ത്രസ്വരൂപിണി ദുർഗേ തൊഴാം. നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ എല്ലാ കാലത്തും പലതരത്തിലുള്ള, ഇപ്പോൾ ഈ ഉത്സവങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അത് പലതരത്തിലുള്ള പരിപാടികൾ ഉണ്ടാവും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് കൊണ്ടുവന്നപ്പോൾ ഭക്തർക്ക്, ഈ ക്ഷേത്രങ്ങളിൽ ചെല്ലുന്ന ഭക്തർക്ക് എന്താണ് ഭക്തി, അതിലേക്കൊന്ന് ശ്രദ്ധ വരും തോന്നുന്നു. നമ്മൾ 25 വർഷമായിട്ട് അമ്പലങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഉത്സവങ്ങൾക്കും ഒക്കെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭജന നമ്മൾ അവതരിപ്പിക്കുമായിരുന്നെങ്കിലും നമുക്ക് ഈ ക്രൗഡിനെ പുള്ള് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് മേ ബി ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ആളുകളിലേക്കുള്ള കണക്ഷൻ കറക്റ്റ് ആകാത്തത് കൊണ്ടായിരുന്നിരിക്കും, ഉറപ്പില്ല. എല്ലാവർക്കും എല്ലാ മ്യൂസിക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇപ്പം കച്ചേരി മാത്രം ഇഷ്ടപ്പെടുന്ന കർണാട്ടിക് മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അതല്ലാത്തവരുമുണ്ട്.
എന്ന് പറഞ്ഞ പോലെ തന്നെ ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ നമ്മൾ ആ ചെയ്ത പുതിയ ഒരു പരീക്ഷണം എന്ന് തന്നെ പറയാം. കാരണം നമുക്കറിയില്ലായിരുന്നു എന്തായിരിക്കും ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്നറിയാതെയാണ് ഞങ്ങളിതിൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ആ എൻഡ് റിസൾട്ട് കണക്റ്റ് ആയി എന്ന് തന്നെ പറയാം. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാനോ മെഷർ ചെയ്യാനായിട്ടോ നമുക്ക് പറ്റില്ല. പക്ഷെ നമുക്ക് വരുന്ന മെസ്സേജുകളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ വെളിയിലുള്ള ഒരാളാണ്, അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് അയച്ചു, ഞാൻ ഹിപ്പ് ഹോപ്പും ബാക്കിയുള്ള അങ്ങനത്തെ പാട്ടുകൾ ടൈപ്പ് ഓഫ് മ്യൂസിക് മാത്രമേ കേട്ടുകൊണ്ടിരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ കാരണം ഞാൻ ഭജനയിലേക്ക് എത്തി. ആ ഭജനയുടെ എസെൻസ് എനിക്കിപ്പോൾ ഫുൾ ടൈം നിങ്ങളുടെ പാട്ടുകളാണ് എനിക്ക് കേൾക്കേണ്ടത്. അന്ന് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ പാട്ടിലൂടെ ഞാൻ മദ്യപാനം നിർത്തി. എനിക്ക് മദ്യപിക്കാൻ ഇപ്പോൾ തോന്നുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നില്ല. എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി നിങ്ങളാണെന്ന് പറഞ്ഞു. അതൊരു വലിയ റിസൾട്ടാണ്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ചേഞ്ചസ് ഒക്കെ ഈ ഒരു ഇതിലൂടെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഉത്സവത്തിനൊക്കെ വരുമ്പോൾ ഗാനമേള അല്ലെങ്കിൽ മിമിക്രി, കഥാപ്രസംഗം ഇതൊക്കെയാണ് ഉണ്ടാവുക. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ക്രൗഡ് ഈ ഭജന് വലിയൊരു ചേഞ്ചാണത് വന്നത്. നമ്മൾ പണ്ട് കണ്ട ഒരു ഡ്രീം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഇപ്പോൾ, കാരണം നമ്മളൊക്കെ സ്വപ്നം കണ്ടിട്ടേ ഉള്ളൂ. കാരണം ഒരു ഭജനയ്ക്ക് ഇത്രയും കൂടുതൽ ആളുകൾ വരിക എന്ന് പറയുന്നത് തന്നെ ചെറിയ കുട്ടികൾ മുതൽ വലിയ മുത്തശ്ശിമാർ വരെ ഞങ്ങളുടെ പരിപാടി കേൾക്കാനായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ്. നല്ല വലിയ ക്രൗഡാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഇത് എല്ലാ അമ്പല പരിപാടികളിലാണെങ്കിലും ഇവൻറ്റ്സിലാണെങ്കിലും നല്ലൊരു ക്രൗഡ് തന്നെയുണ്ട്. അവരെല്ലാം നമ്മളെ വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ കാണാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ കലിയുഗത്തിൽ നാമജപമാണ്, നാമജപത്തിനാണ് ശക്തി എന്ന് പറയാറുണ്ടല്ലോ. പക്ഷേ ഇതിലൂടെ അത് സാധിച്ചെന്ന് തോന്നുന്നു. കാരണം ഇത്രയും ജനങ്ങൾ ഓടി. കാരണം ഇന്ന് വീടുകളിലൊക്കെ സന്ധ്യാനാമ ജപങ്ങളൊന്നുമില്ല. അതുപോലെ ക്ഷേത്രങ്ങളിൽ വന്നാലും ഈ വഴിപാട് ചെയ്യുക അല്ലെങ്കിൽ പ്രദർശനം വെച്ച് അങ്ങ് പെട്ടെന്ന് പോകുകയെന്നുള്ളൂ. അവിടെ ക്ഷേത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ശബ്ദം നാമജപത്തിന് മാത്രം എഴുതി വെച്ചു. പക്ഷെ ആരും നാമം ജപിക്കാറില്ല. ഒരുപക്ഷെ അത് ഞങ്ങളിലൂടെ നന്ദഗോപത്തിലൂടെ സാധിച്ചു. കുറവ് ഉണ്ടായിരിക്കും. പക്ഷെ കൂടുതലും കലിയുഗത്തിലെ ഏറ്റവും വലിയ ശക്തി നാമജപമാണെന്നാണ്. അപ്പം അത് ശരിക്കും അതൊരു പ്രാബല്യത്തിൽ വന്ന പോലെ തോന്നുന്നു. കാരണം അത് ശരിയൊരു ഇതിലൂടെ വന്നു. അത് യുവതലമുറ അത് ഏറ്റെടുത്തു, പഴയ തലമുറ ഏറ്റെടുത്തു, എല്ലാവരും ഏറ്റെടുത്തപ്പോഴത്തേക്ക് അതൊരു ട്രെൻഡായി മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 25 വർഷമായി അല്ലേ ഇപ്പോഴത്തെ ആ ഒരു അനുഭവം? 25 വർഷം തുടക്കം മുതലേ ഉണ്ടായിരുന്ന ആളാണ്. അപ്പം ആദ്യകാലത്തൊക്കെ ഞാനും പണിക്കരേടുമായിരുന്നു. അതിനുശേഷം യുവതലമുറ വന്നതോടുകൂടി അന്ന് സമ്പ്രദായ ഭജനയായിരുന്നു, നമ്മൾ സമ്പ്രദായം തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അവർ വന്നപ്പം അവർക്ക് പുതിയ ഐഡിയാസൊക്കെ വന്നു. അപ്പോൾ അതിലൂടെ ശരിക്കും വളരെ മാറ്റങ്ങൾ വന്നു. ഭജന എന്നുള്ള ഇതിനെ തന്നെ മാറ്റി എഴുതി. ആ പേര് തന്നെ ശരിക്കും ഇപ്പം ആദ്യകാലത്ത് അതിൻ്റെ പേര് ഭക്തിഘോഷ് ഭജൻ എന്നാണ് നമ്മൾ ഇട്ടിരുന്നത്. അതിനുശേഷം വന്നത് സാന്ദ്രാനന്ദലയം എന്നുള്ള പേരായി ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഈ നന്ദഗോവിന്ദം ആ പേരിലേക്ക് വന്നത് അത് എങ്ങനെയാണ്? എപ്പോൾ മുതലാണ് ആ പേര്? നന്ദോ എന്നുള്ള പേര് ആദ്യം ശ്രീ ദുർഗ ഭജനസമിതി എന്നായിരുന്നു പേര്. അത് നമ്മൾ തുടക്കത്തിൽ അത് ചെയ്യുമ്പോൾ പണിക്കരേട്ടൻ അങ്ങനെ ശ്രീ ദുർഗ ഭജനസമിതി എന്നുള്ളൊരു വാക്ക് പറഞ്ഞു. പിന്നെ അതിനൊരു പേര് ഇങ്ങനെ കണ്ടുപിടിക്കണം, എന്തെങ്കിലും ഒരു പുതിയ പേരുകൾ വരണം എന്നുള്ള പല ആൾക്കാരിങ്ങനെ പറഞ്ഞു. അപ്പം ആ സമയത്ത് ഞാനായിരുന്നു മാനേജർ, ഫസ്റ്റ് മാനേജർ എന്നുള്ളത്. അപ്പം ഞാനത് പേര് കണ്ടുപിടിക്കാൻ ഇങ്ങനെ പലപ്പോഴും ആലോചിച്ച് കിടക്കുക. നമ്മളീ പറയുന്ന പോലെ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നം എന്ന് പറയാറുണ്ടല്ലോ, അബ്ദുൽ കലാം ജി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് പറയുന്ന പോലെ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വെളുപ്പിനെ കിട്ടിയ ഒരു പേരാണ്. ശരിക്കും ഉറക്കത്തിൽ നിന്ന് കിട്ടിയ, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നം എന്ന് പറഞ്ഞ പോലെ ഇതൊരു സ്വപ്നമായിരുന്നു, ഒരു പേര് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ കിട്ടിയൊരു പേരാണ് നന്ദഗോവിന്ദം. നമ്മൾ പേരിലും വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കൂട്ടായ്മയാണ്. നന്ദഗോവിന്ദമായിരിക്കാം, ശ്രീദുർഗയായിരിക്കും, ഏതാണെങ്കിലും. പക്ഷേ അതിലൊക്കെ ഉപരി എന്ന് പറയുന്നത് ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം. അത് എല്ലാ ദിവസവും ഞങ്ങൾ ഊണിലും ഉറക്കത്തിലും എല്ലാവരുടെയും തിങ്കിങ്, ആരും വെളിയിലാണെങ്കിലും ജോലിയാണെങ്കിലും ദുബായിക്ക് പോയപ്പോഴാണെങ്കിലും കാനഡയ്ക്ക് പോയപ്പോഴാണെന്നുണ്ടെങ്കിലും എല്ലാവരും മിസ് ചെയ്യുന്ന ഒരു കാര്യം, ഫസ്റ്റ് മിസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഭജന. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. അപ്പം കാനഡയിൽ നിന്ന് വിട്ട് വരുന്നതാണെങ്കിലും അല്ലെങ്കിൽ ദുബായിൽ നിന്ന് ഞാൻ എല്ലാ വീക്കെൻഡും ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് ആൾക്കാർ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും ടയറിങ് ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ആ ഡ്രൈവിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ബോണ്ടിങ് ആണ്. അതപ്പം പേരിൽ കാര്യമുണ്ട്, പക്ഷെ പേരിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ ഒരു നമ്മളുടെ ബോണ്ടിങ് അതാണ്. ഞാൻ ഇപ്പം കാനഡ ഇരുന്നിട്ട് ഇവർക്കിവിടെ പരിപാടി ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ സമാധാനമില്ല. ഞാൻ ഈ ലൈവിൽ കണ്ടിട്ട് പരിപാടി ലൈവിൽ തീർന്നുകൊണ്ടേ ഞാൻ പിന്നെ വീഡിയോ കോൾ ചെയ്യും. അതല്ല പ്രോഗ്രാം ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. വീഡിയോ കോൾ ഇല്ലാത്തൊരു ദിവസം പോലും ഞങ്ങൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഉണ്ണിയെ വിളിക്കും. എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ ഒരു ബോണ്ടിങ് ആണ് ശരിക്കും നന്ദഗോവിന്ദം എന്നുള്ള ബാൻഡ് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ്. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ,
ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ ആരിരുൾ സമമായ നിൻ തിരുമാർമുടി ചെറുകൈ തൊഴാം കാരിരുൾ സമമായ നിൻ തിരുവാർമുടി ചുരുൾ കൈ തൊഴാം കാരിരുൾ സമമായ നിൻ തിരുവാർമുടി ചെറു കൈ തൊഴാം. ഭക്തിഗാനങ്ങൾ അല്ലെങ്കിൽ സോപാന ഗാനങ്ങൾ, അതിനൊപ്പം സിനിമാ ഗാനങ്ങളും, അതാണ് ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നത്. ഈ പുതിയ തലമുറയെ പിടിച്ചിരുത്തുന്നതും നിങ്ങൾ ഈ പുതിയ തലമുറയെ കയ്യിലെടുത്തു എന്ന് പറയുന്നതിന് പിന്നിലുള്ളതും ഈ സിനിമാ ഗാനങ്ങളും കൂടിയാണ് അല്ലേ? അതുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. കാര്യം ഫിലിം സോങ്സ് ആകുമ്പോഴത്തേന് ആൾക്കാർ ഞങ്ങൾ ഒരു പുതിയ പാട്ട് നമ്മൾ പാടി എത്തിക്കുന്നതിന് ആൾക്കാരും അവരുടെ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ് പല പാട്ടുകളും. അപ്പോൾ അത് ആൾക്കാർ ഇപ്പം ഞങ്ങൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മനോഹരി രാധേ രാധേ എന്നുള്ള ആ ഒരു പോർഷൻ ക്ലാസ്മേറ്റ്സിൽ അവർ പോർട്രേ ചെയ്തേക്കുന്നത് ഒരു ചെറിയൊരു പോർഷൻ വേറൊരു രീതിയിൽ സ്റ്റൈലിലാണ്. അപ്പം അത് നമ്മൾ വേറൊരു രീതിയിൽ പാടിയപ്പോൾ പെട്ടെന്ന് ആൾക്കാർ കണക്ട് ചെയ്യും. അത് ഭജനയിൽ വന്നപ്പോഴത്തേനും അതൊരു അത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഒരു ട്വിസ്റ്റാണ്. ആൾക്കാർ ഓക്കെ ഇങ്ങനെയും പാടാമല്ലോ എന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ഈ പാട്ടുകൾക്കിടയിൽ യൂസ് ചെയ്യാം എന്നുള്ളൊരു തിങ്കിങ് ഒക്കെ. അപ്പോൾ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ഗൂസ് ബോംസ് മോമെന്റ്സ് ഒക്കെ വരും. അപ്പോൾ പെട്ടെന്നൊരു പാട്ട് കേൾക്കുമ്പോഴത്തേനും ഈ മനോഹരി രാധേ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒന്നും കൂടി ഞാൻ കഷ്ടപ്പെടുത്തുകയാണ്. മനോഹരി രാധേ രാധേ മുരാരിന്നിവിടെ പെണ്ണെ പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല് ചെല്ല് മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം തണ്ടു മൂളി പെണ്ണേ മനസ്സിന്റെ ഉറികളിലൂറിയ സുഖനവനീതം പകരാൻ നില്ല് മനോഹരി 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 രാധേ രാധേ മുരാരിന്നിവിടെ പെണ്ണേ. പുതിയ തലമുറ പ്രത്യേകിച്ചും വേറൊരു വഴിയിലൂടെ സഞ്ചരിച്ചു പോകുന്നുണ്ട് പലപ്പോഴും. പക്ഷെ അതൊക്കെ വിട്ട് പോകുന്ന സമയത്ത് അവരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഭജൻസിന്. എനിക്കങ്ങനെ തോന്നിയത് പർപ്പസ്ഫുള്ളി അങ്ങനെ നമ്മളങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല ഒന്നും ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ഇപ്പം നേരത്തെ നവീൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇപ്പോഴത്തെ ഒരു ന്യൂ ജെൻ അല്ലെങ്കിൽ ഈ പറയുന്ന ജെൻസി എന്ന് പറയുന്ന അവർക്ക് അവർ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അവരതിനെ വിശ്വസിക്കത്തുള്ളൂ. നമ്മൾ നേരത്തെ അല്ലെങ്കിൽ നമ്മുടെ മുന്നേ ഉള്ള തലമുറയെ പോലെ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും അത് പുതിയ പിള്ളേരെ നമുക്ക് പറ്റിക്കാൻ പറ്റത്തില്ല. ഏറ്റവും ചെറിയ പിള്ളേരെ വരെ നമുക്ക് ഭയങ്കര പാടാം. അവർക്കെല്ലാം അവരുടെ എല്ലാം ഓരോ ഐക്യു ലെവൽസ് കൂടി ഉറപ്പായിട്ടും. അപ്പോൾ അവർക്കത് ഫീൽ ചെയ്യണം. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ച. ദൈവം ഉണ്ടോ ഇല്ലയോ, അപ്പോൾ അവർക്ക് തെളിവില്ല ദൈവം ഉണ്ടോ, പിന്നെ എന്തിനാണ് ദൈവത്തിനെ വിശ്വസിക്കുന്നത്. പക്ഷേ ദൈവം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അവർക്ക് കുറച്ച് സമയം എടുക്കും. അതായത് ദൈവം ഈശ്വരൻ നമ്മൾ മനുഷ്യന്മാരിൽ കൂടി ആയിരിക്കാം വരുന്നത്, സാഹചര്യങ്ങളായിരിക്കാം ഈശ്വരം അല്ല. അതായത് ദൈവം വന്നിട്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പണ്ടത്തെ നമ്മൾ കഥയിൽ കേട്ടേക്കുന്ന അനുഗ്രഹം തരുന്നു എന്ന് പറയുന്ന ദൈവമല്ല. ദൈവം സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ്. നമുക്കൊരു ആക്സിഡന്റ് ഉണ്ടാകാൻ പോവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ 10 മിനിറ്റ് മുന്നേ നമ്മൾ ഇറങ്ങുകയോ അങ്ങനെയൊക്കെ ആയിരിക്കാം ദൈവം. അപ്പം നമ്മളുടെ ആ ഒരു പിന്നെ ദൈവം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു വിഷമം വരുന്ന പല അവസരങ്ങളിലും ഞങ്ങൾ പോലും ചിലപ്പോൾ നമ്മൾ വലിയൊരു ആക്സിഡൻറ്റ് നമ്മൾ പോകുന്ന വഴിക്ക് കാണുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ അന്ന് അരമണിക്കൂർ ലേറ്റ് ആയിട്ടായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവുക. അപ്പം ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭജന പാടുന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അത് നേരത്തോട്ട് നമ്മൾ പറയാറുള്ളത്. പക്ഷേ അത് ഈ പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ അവർക്കത് മനസ്സിലാണെന്നുണ്ടെങ്കിൽ അവരത് ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ അവരത് എക്സ്പീരിയൻസ് ചെയ്യണം. അതിപ്പോൾ നമുക്ക് ഒരു പരിധിവരെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും ഇപ്പം മാഡം പറഞ്ഞ പോലെ നമുക്കവരെ സ്വാധീനിക്കാൻ പറ്റുന്നത്. അല്ലാതെ ഒരിക്കലും അവരെ നമുക്കൊരു ഗിമിക്ക് കാണിച്ച് അവരെ ഒരിക്കലും സ്വാധീനിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ പണിക്കരേട്ടന് വേണ്ടി അന്ന് പണിക്കരേട്ടന് കാഴ്ച പോയ സമയത്ത് അദ്ദേഹത്തിന് ഒരു ശാന്തിയും സമാധാനവും കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ ഇന്ന് ലോകത്തിന് മുഴുവൻ ശാന്തിയും സമാധാനവും അതിൽ സാധിക്കുന്നു എന്നുള്ള വലിയൊരു കാര്യം തന്നെ. അത് തന്നെയായിരിക്കും ചിലപ്പോൾ ദൈവികത. കാരണം പല ആൾക്കാരുടെ വിഷമങ്ങളും അന്ന് പണിക്കരേട്ടൻ്റെ വിഷമങ്ങൾ പലതും മാറിയിരുന്നു ഈ ഭജന പാടിയും കേട്ടുമൊക്കെ. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തുമൊക്കെ. കാരണം കാഴ്ച പോയപ്പോൾ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ആശ്വാസം. പക്ഷേ ഇന്ന് ലോകത്തിന് മുഴുവൻ ആശ്വാസം കൊടുക്കുന്നത് കാരണം വെച്ചാൽ പല ആൾക്കാരുടെയും പലരും വന്ന പല അനുഭവങ്ങൾ പറയുന്നത് രോഗങ്ങൾ അവർക്ക് കുറയുന്നു, അല്ലെങ്കിൽ അവർക്ക് ആശ്വാസം കിട്ടുന്നു. ഈ കഴിഞ്ഞ ദിവസവും ഈ അമ്പലപ്പുഴ വന്നപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻ്റ് വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അത് അവർക്ക് വേണ്ടുന്ന നവീൻ്റെ നമ്പറാണ് ഞാൻ തരാമെന്ന്. എൻ്റെ ആദ്യം നമ്പർ ചോദിച്ച് ഞാൻ കൊടുത്തു. അപ്പം അവർ 4 പ്രാവശ്യം ക്യാൻസർ വന്നിട്ട്
അവർക്ക് വല്ലാത്തൊരു അവസ്ഥയല്ല. പക്ഷേ അവർ ഭയങ്കര ഹാപ്പി ചെയ്ത് കേൾക്കുമ്പോൾ. അവരെല്ലാം മറന്നുകൊണ്ട് അവർ ജീവിക്കുക. അവർ പറയുന്നത് ഞാൻ ദീർഘകാലം കാണില്ല, എനിക്ക് നവീനെ കാണണം എന്നുള്ള വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും നമ്പർ അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും അത് തന്നെയല്ലേ ഏറ്റവും വലിയ പുണ്യം. അല്ല, അതാണ് നമുക്ക് ഒരാൾക്ക് ഒരു ആശ്വാസം കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ടല്ലാതെയോ അതൊരു ലൈഫിലെ ഏറ്റവും വലിയൊരു നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം അതാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നൊരു ബ്ലെസ്സിങ് ആണ്. പിന്നെ തീർച്ചയായും സാധാരണ ഈ ഭജനയ്ക്കായാൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുണ്ടല്ലോ, തബല പോലെയോ അങ്ങനെയൊക്കെയല്ലേ ഉപയോഗിക്കുക, ഹാർമോണിയം. പക്ഷേ നിങ്ങൾ കീബോർഡും വയലിനും ഒക്കെയാണ്. അത് തന്നെ ഒരു ഭജൻ്റെ ഒരു സാമ്പ്രദായിക രീതിയിൽ നിന്നൊക്കെ വ്യത്യാസമാണ്. അതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ യൂത്തൊക്കെ നിങ്ങളിലേക്ക് വരാൻ കാരണം എന്ന് തോന്നുന്നു. അല്ല, അതൊരു ഞങ്ങൾ പർപ്പസ്ലി ഒന്നും എടുത്തല്ല. ആദ്യം അത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഒരു ദിവസം കീബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓരോന്നും 1 by 1 ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നതാണ് ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. പ്രാക്ടീസ് സെഷൻസ് ഞങ്ങൾ ലൈവ് റെക്കോർഡിങ് പ്രാക്ടീസ് വീഡിയോസ് ഞങ്ങൾ യൂട്യൂബിൽ ഇടുമായിരുന്നു. അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ അത് പിന്നെ ലൈവിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് നമ്മൾ പുതിയ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനനുസരിച്ചുള്ള എക്യുപ്മെൻറ്റ്സ് വേണം. നമുക്ക് ഒരിക്കലും ഹാർമോണിയം അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രം വെച്ചിട്ട് ഈ പറഞ്ഞ രീതിയിൽ പുതിയ എന്തെങ്കിലും നമുക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനായിട്ട് വളരെ പരിമിതികളുണ്ട്. നല്ല കഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ടാണ് ഈ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നത്, അത് ഉറപ്പാണ്. പക്ഷേ ഈ അടുത്ത നാളുകളിൽ ഒരു സൈബർ അറ്റാക്ക് അത് നമ്മളൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അത് ഞങ്ങളും കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾക്ക് ഒരുപാട് പ്ലാൻസ് വേറെ ഉണ്ട്. അതൊക്കെ ഓൾറെഡി ഞങ്ങൾക്ക് ഇനിയുള്ള പ്രോഗ്രാംസിനെ പറ്റി പ്ലാൻ ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ ഈ എൻറ്റയർ ഇയറിലെ പ്രോഗ്രാംസ് അതിൻ്റെ പ്ലാൻസ് എല്ലാം ചെയ്യാനായിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി പോലും ഞങ്ങൾക്ക് ടൈം കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഈ ജോലിക്കിടയിൽ. പറയുന്നവർക്ക് എന്തും പറയാം നമുക്ക്, പക്ഷെ നമ്മൾ എത്രയും ബെറ്റർ ആക്കാൻ നോക്കുക എന്നുള്ളതാണ്. നമ്മളുടെ പാട്ടുകൾ ആസ്വദിക്കാനായിട്ട് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എതിരുള്ള ആൾക്കാരും ഉണ്ടാവും. നമ്മളുടെ നല്ല കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇതുപോലെ അമ്മമാരെ പോലുള്ള അല്ലെങ്കിൽ എത്രയോ പുതിയുള്ള യങ്സ്റ്റേഴ്സിനെ പോലുള്ള ആൾക്കാരെ നമ്മളെ ആഗ്രഹിക്കുന്നവരേക്ക് വേണ്ടി നമ്മൾ പാട്ടുകൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. പറയേണ്ടവരോട് എന്തെങ്കിലും പറയട്ടെ, നമ്മളത് മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു 2 വരി. മഞ്ഞിൽ നീരാടി ശബരിമാമല, മേഘവിഭൂതി ചാർത്തി സ്വാമി നിന്മല. മഞ്ഞിൽ നീരാടി ശബരിമാമല, മേഘവിഭൂതി ചാർത്തി സ്വാമി നിന്മല. ശരണമന്ത്രം ഉരുവിടുന്നു ഹരിതലാവണ്യം, ഹരിഹരാത്മജപാദം തേടി ഞാനുമണയുന്നു. മഞ്ഞിൽ നീരാടി ശബരിമാമല, ഭൂതി ചാർത്തി സ്വാമി നിന്മല. ഞങ്ങളൊരു അയ്യപ്പം ഈ ഒരു പാട്ടല്ലേ അഭി വരുന്നത് നമ്മുടെ കൂടെ? ഈ പാട്ടിലാണ് അഭി നമ്മുടെ കൂടെ ജോയിൻ. ഞാൻ ഇതിന്റെ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് കോറസിനാണ് ഇവനെ വിളിക്കുന്നത്. അപ്പോൾ വിളിക്കുന്നവന്റെ പാട്ട് കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നന്നായി എന്തായാലും. അപ്പോൾ വളരെയധികം നന്ദി. ഈ വളരെ തിരക്കാണ് നിങ്ങൾക്ക്, എനിക്കറിയാം. ഏതായാലും ഇത്രയും നേരം സംസാരിച്ചതിന് വളരെയധികം നന്ദി. വീണ്ടും നിറയെ വേദികളുണ്ടാവട്ടെ. വേദികളിലൊക്കെ ഞങ്ങളൊക്കെ വരും കാണാം. സകല സങ്കടഹാരിണി സത്യസ്വരൂപിണി ശങ്കരി നീയേ, സകല സൗഭാഗ്യകാരിണി സന്താനദായിനി ശാംഭവി നീയേ. അഖില ഭുവനത്തിനാധാരഭൂത നീയേ, വിപുല വേദത്തിൻ വേരായ ജ്യോതി നീയേ. എങ്ങും നിറഞ്ഞൊരമ്മേ, എനിക്കന്നം തരുന്നൊരമ്മേ, അറിവിൻ പൊരുളായി നിറയുമമ്മേ, ആർദ്രബന്ധു നീ എന്നും അമ്മേ.